ഹലോ ഗോവിന്ദണ്ണ, ഞാനാ ഡിക്രൂസാ. ഡിക്രൂസാ? ആ നിനക്ക് ഓർമ്മയുണ്ടോ? അണ്ണൻ എങ്ങനെയാണ മറക്കുന്നത്? അണ്ണൊരു ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പ്? അണ്ണാ, നമ്മുടെ പടം ഒരു 75% നിന്നു വീണു. നമ്മുടെ പ്രൊഡ്യൂസർ പിന്മാറി. നിനക്കൊക്കെ അത് തന്നെ വരണം. പ്രൊഡ്യൂസർ എങ്ങനെ പിന്മാറായിരിക്കും? അത്തരത്തിലുള്ള ഉത്തരവാദിത്വമില്ലേ നിനക്കുള്ളൂ. അണ്ണാ, അങ്ങനെ ശവത്തെ കുത്തല്ലേ അണ്ണ. നമ്മളിപ്പം ആകപ്പാടെ പെട്ടിരിക്കുക. എന്താണ് നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം പറ. അണ്ണാ, ഇനി ഒരാഴ്ച വരെ ഞാൻ എങ്ങനെയെങ്കിലും തള്ളി നീക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു 5 രൂപ മറിച്ച് തരണം. 5 രൂപ എന്ന് പറഞ്ഞാൽ 5000 രൂപ? തമാശ കളയണ്ണ. 5000 അല്ല, 5 ലക്ഷം. 5 lakh. 5 ലക്ഷമോ? ഓ, 5 ലക്ഷം ഉണ്ടെങ്കിൽ ഞാൻ അണ്ണൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടല്ലേ ഞാൻ അണ്ണനെ വിളിച്ചത്. സത്യം പറയട്ടെ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ ഇരിക്കുകയായിരുന്നു. എന്താണ്? നമുക്ക് കുറച്ച് കാശ് ഒപ്പിക്കാനുള്ള ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ഈ സ്ക്രീൻ ടെസ്റ്റും ഓഡിഷനും നടത്തി കുറച്ച് അഭിനയ മോഹികളുടെ നിന്ന് കുറച്ച് കാശ് അടിച്ചെടുക്കാം. അയ്യോ അണ്ണാ, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദോഷമല്ലേ? ഇടാ, ഇപ്പൊ വലിയവരെന്നില്ല, കൊച്ചുങ്ങളെന്നില്ല, എല്ലാവർക്കും എത്രയും പെട്ടെന്ന് സിനിമയിൽ കയറണം. പെട്ടെന്ന് സൂപ്പർ സ്റ്റാർ ആവണം. അതുകൊണ്ട് എത്ര കാശ് മുടക്കാനും റെഡിയാ. അച്ഛനമ്മമാർ ഇങ്ങനെ നടക്കുകയാണ് കാശ് കൊണ്ട്. മക്കളെ പെട്ടെന്ന് സൂപ്പർ സ്റ്റാർ ആക്കണം, മക്കളെ മോഹൻലാലാക്കണം, മമ്മൂട്ടി ആക്കണം. ആ ഒരു ആഗ്രഹം നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂഷണം ചെയ്ത് നമ്മൾ കാശ് വാങ്ങിക്കുന്നു. നമ്മൾ ചെറിയ ചെറിയ വേഷങ്ങൾ കൊടുക്കുന്നു. പറ്റിക്കുന്നില്ലടാ. നമ്മൾ ചെറിയ ഉപനായിക എന്ന് പറഞ്ഞിട്ട് കോളേജിൽ പാസ് ചെയ്യും വിടാം. എന്ത്, എങ്ങനെയുണ്ട്? ഐഡിയ ഉള്ള ആളെ കിട്ടൂ. ആളിപ്പോ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് എവിടെ വെച്ച് ഈ സ്ക്രീൻ ടെസ്റ്റ് നടത്താം? അത് അണ്ണൻ തീരുമാനിക്കും. നമുക്ക് പരിചയമുള്ള ഒരു വീടുണ്ട്. ഈ അഡ്രസ്സ് ഞാൻ കൊടുക്കാം. നിന്റെ കയ്യിൽ അല്ലെങ്കിൽ നിന്നെ വിളിക്കുന്നവരടുത്ത് പറ ഇന്ന സ്ഥലത്ത് വരണമെന്ന്. എന്നിട്ട് പറ കുറച്ച് കാശ് എൻ്റെ പേരിൽ എനിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നിന്റെ പേര് ചീത്തപ്പേര്, നിനക്ക് ചീത്തപ്പേര് വരണ്ട. അയ്യോ, അത് വേണ്ട അണ്ണാ, ഞാൻ പേടിക്കുന്ന മോശമാണ്. അത് തന്നെ പറഞ്ഞത്. നിനക്ക് ചീത്തപ്പേര് വരണ്ട. തരണി കോന്നിന് കാശ് കൊടുക്കണം. തരണി കോന്നിൻ്റെ കമ്പനിയാണ് സ്ക്രീൻ ടെസ്റ്റും ഓഡിഷനും നടത്തുന്നത്. അഭിനയം ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. വിജയിച്ചാൽ നമ്മൾ പടത്തിലെടുക്കും. അവരുടെ ഇത് കാശ് ആദ്യം കൊടുക്കണം. പിന്നെ വേണമെങ്കിൽ പറഞ്ഞുതരാം, പടം തീർന്നതിന് ശേഷം തിരികെ കൊടുക്കാമെന്നൊരു നമ്പർ വിളി വിട്ട്. അണ്ണ അതിന് വേണ്ടിയുള്ള ഏർപ്പാടെല്ലാം അണ്ണൻ ചെയ്തോ. പക്ഷെ കേസാവരുത്. ആ കാര്യം എനിക്ക് വിട്ടു തന്നേക്ക്. ഇത് ആദ്യത്തെ സ്ക്രീൻ ടെസ്റ്റ് അല്ല. ഞാൻ കുന്നംകുളത്ത് വെച്ച് ഒരെണ്ണം നടത്തി. അവിടെ നിന്നൊരു 7 ലക്ഷം രൂപ കിട്ടി. അത് ഞാനും നമ്മുടെ പാർട്ട്ണറുടെ ഷെയർ ചെയ്തെടുത്തു. പിന്നെ അതിനുശേഷം നമ്മുടെ ഇവിടെ വെച്ചിട്ടില്ല, പാലാരി വട്ടത്തൊരെണ്ണം നടത്തി. പിന്നെ അതിനുശേഷം ഞാൻ ചേർത്തല ഒരെണ്ണം നടത്തി. ഇതിപ്പോൾ 4ാമത്തെയാണ് ഞാൻ ഇപ്പം നടത്താൻ പോണത്. നമ്മൾ പകുതി നീ എടുത്തോ, പകുതി ഞാൻ എടുക്കും. അണ്ണാ, പിന്നെ മറ്റേ എന്റെ കൂടെയുള്ള വാക്കുകളൊന്നും അറിയില്ല കേട്ടോ, നാണക്കട. അവരെടുത്ത് സ്ക്രീൻ ടെസ്റ്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഈ കാശിന്റെ ഡീലിംഗ് ഒക്കെ ഞാൻ ചെയ്തോളാം. അതായത് കഴിവുള്ളവരെ കണ്ടെത്താനുള്ള നമ്മുടെ ശ്രമം വെളിയിൽ വരാവൂ. കാശ് വാങ്ങിച്ചെടുക്കണം ഞാൻ. അവസാനം നിനക്ക് ഞാൻ ഷെയർ തന്നിട്ടേ പോവും. ഓക്കെ അണ്ണാ, ഓക്കെ, വളരെ സന്തോഷം. എൻ്റെ ഡെപ്പ് താഴെ പിന്നെ എടുത്തോട്ടെ. അപ്പം ഞാൻ പിന്നെ വിളിക്കാം കേട്ടാ. ഓക്കെ, ബൈ. ഓക്കെ.